നീ ചെയ്തത് ആ വണ്ടിക്ക്? 2-3 വർക്കുകൾ ചെയ്തു. ഒന്ന് ഹെഡ്ലൈറ്റിന്റെ ലൈറ്റ് മാറുന്നത്, അതാണ് ഏറ്റവും അതെ ശ്രമകരമായ. അതെ, അത് ഞാൻ ശരിക്കും അത് ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ ലൈറ്റ് ഇന്ത്യയിലില്ല, 3 ഫോക്കസ് ഉള്ളത്. പിന്നെ ശ്രമകരമായ പരിപാടിയായിരുന്നു. പക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് നല്ല ഹൈ ബീം, നല്ല ലൈറ്റും വൈറ്റ് ലൈറ്റും 3 മോഡ് ഉണ്ടായിരുന്നു അതിന്. ആ 3 ബോർഡും നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റി. നല്ല ഭംഗിയായിട്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് അത് ലാസ്റ്റ് അതിന്റെ കവർ ചെയ്തത് എനിക്ക് മനസ്സിലാവത്ത, അത് തീരെ എന്താ പറയുന്ന, നമ്മളത് ഓപ്പൺ ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് കവർ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ പിള്ളേര് അടിപൊളി പിള്ളേരായിരുന്നു, അതുകൊണ്ട് അവരൊക്കെ സെറ്റ് ആയിട്ട് അത് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീക്രോം ചെയ്ത് കണ്ടിട്ട് എനിക്ക് ഒരിക്കലും അതൊരു ക്രോം ആയിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നില്ല തൊട്ടിട്ടായാലും. കാരണം അത്ര ഫിനിഷിംഗിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ബൂത്തിൽ പെയിന്റിംഗ് ബൂത്ത്, നമുക്ക് ഈ കോട്ടയം ജില്ലയിൽ ഈ പരിസരത്ത് 1-2 ബൂത്തുകളേ ഉള്ളൂ. നമുക്ക് 7 മീറ്റർ ബൂത്ത് ഹീറ്റിംഗ് സംവിധാനത്തിലൂടെ നമുക്ക് ഈ കോട്ടയം ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്രയും നമ്മുടെ സ്ഥാപനത്തിലേ ഉള്ളൂ. ഇപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പെയിന്റ് ഫിനിഷും പെയിന്റ് ക്വാളിറ്റിയും കോട്ടിംഗ് ആണ്, ഗ്രഫൈൻ കോട്ടിംഗ്. ഗ്രഫൈൻ കോട്ടിംഗ് 3 ലെയർ കോട്ടിംഗ് ആണ്. നമുക്ക് 5 വർഷം ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല, ഏത് റഫ്യൂസിൽ ഉപയോഗിക്കാം, എത്ര വെയിലത്ത് വേണമെങ്കിലും വണ്ടി കാണാം. മറ്റേത് UV പ്രൊട്ടക്റ്റഡ് ആക്കോട്ടെ. സാറിന് എല്ലായിടത്തും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വേറെ കാശും എല്ലാം കൊടുത്തിട്ട് ഈ ഒരു ഫുൾ കംപ്ലീഷൻ കിട്ടിയിട്ടില്ല. താങ്ക് യു. എന്തായാലും ഇതെല്ലാം ചെയ്തതിന് വളരെയധികം സന്തോഷം. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ പറയുന്നത്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഗംഭീര വർക്കാണ് ഇവർ ചെയ്തു തന്നത്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനി ബാക്കി ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ കൂടി തരാം. തീർച്ചയായിട്ടും.